തടയാൻ UAE-യിൽ അയൺ ബീം ലേസർ സിസ്റ്റം വിന്യസിച്ച് ഇസ്രായേൽ. ഇറാനുമായുള്ള സംഘർഷത്തിനിടയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഇസ്രായേൽ തങ്ങളുടെ അത്യാധുനിക ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനമായ അയൺ ബീം UAE-യിൽ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ. ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലേസർ സംവിധാനത്തിന് പുറമെ 20 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ഇറാന്റെ ഡ്രോണുകളെ കണ്ടെത്താൻ ശേഷിയുള്ള സ്പെക്ട്രോ എന്ന നിരീക്ഷണ പ്ലാറ്റ്ഫോമും ഇസ്രായേൽ കൈമാറിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൗഹൃദത്തിന്റെ മൂല്യം തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്ന് മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. പ്രശസ്തമായ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനവും അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൈനികരെയും ഇസ്രായേൽ UAE-യിലേക്ക് അയച്ചിട്ടുണ്ട്. ഗണ്യമായ എണ്ണം ഇസ്രായേലി സൈനികർ നിലവിൽ UAE-യിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം ഡസൻ കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി UAE-യിൽ ഉള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും ഇത് വ്യക്തമാക്കുന്നു. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത അയൺ ബീം ഒരു ഹൈ എനർജി ലേസർ സംവിധാനമാണ്. ഹ്രസ്വദൂര റോക്കറ്റുകളെയും ഡ്രോണുകളെയും വെറും 4-5 സെക്കൻഡിനുള്ളിൽ കേന്ദ്രീകൃത ലേസർ രശ്മികൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ഇതിന് സാധിക്കും. ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ നേരത്തെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. UAE-ക്ക് നൽകിയ പല സംവിധാനങ്ങളും പരീക്ഷണ ഘട്ടത്തിലുള്ളവയാണെന്നും ഇസ്രായേൽ സൈന്യം സ്വന്തം ആവശ്യത്തിന് പോലും പൂർണ്ണമായി ഉപയോഗിച്ചു തുടങ്ങാത്തവയാണെന്നും റിപ്പോർട്ടിലുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് വികസന ഘട്ടത്തിലുള്ള ഇത്തരം പ്രോട്ടോടൈപ്പുകൾ പോലും ഇസ്രായേൽ UAE-ക്ക് നൽകുകയായിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ UAE-യെ ലക്ഷ്യമാക്കി ഇറാൻ 500-ലധികം ബലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് പറയുന്നു. ഈ ഭീഷണികളെ നേരിടാൻ ഇസ്രായേൽ നൽകിയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തലത്തിലുള്ള പ്രതിരോധ കവചങ്ങൾ UAE സജീവമാക്കി. മിസൈലുകളെയും ഡ്രോണുകളെയും ഭൂരിഭാഗവും വിജയകരമായി തടയാൻ UAE-ക്ക് സാധിച്ചു. കൂടാതെ ഇറാന്റെ മിസൈൽ വിക്ഷേപണങ്ങളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും ഇസ്രായേൽ UAE-യുമായി പങ്കുവച്ചു. 2020-ൽ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച എബ്രഹാം ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയത്. അന്നു മുതൽ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ ഇസ്രായേലും UAE-യും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു വരികയാണ്. നേരത്തെ ബരാക് സ്പൈഡർ എന്നീ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേൽ UAE-ക്ക് നൽകിയിരുന്നു. എബ്രഹാം ഉടമ്പടിയോടുള്ള UAE-യുടെ ശക്തമായ ആഭിമുഖ്യം കാരണം സംഘർഷവേളയിൽ UAE ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി മാറിയെന്ന് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.